അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 14ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ അശറ അശ്ശുക്ർ. നാം നന്ദിയുള്ളവരാകണം. നമുക്ക് ഉപകാരം ചെയ്യുന്നവരോടെല്ലാം നന്ദി ചെയ്യേണ്ടതാണ്. നമ്മെ മുസ്ലിങ്ങളാക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലാക്കിയതും ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിനോടാണ് നാം ആദ്യം നന്ദിയുള്ളവരാകേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിച്ചും അവനെ സ്തുതിച്ചും കൽപ്പനകളെ അനുസരിച്ചും സദാ അള്ളാഹുവിനെ ദിക്ർ ചെയ്തും കൊണ്ടാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല ശുക്രിൻ്റെ വചനമാണ്. ഓരോ അനുഗ്രഹവും ലഭിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ശുക്ർ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാണ്. അതുപോലെ മാതാപിതാക്കൾ, ഉസ്താദുമാർ മുതലായവരും നമുക്ക് ഗുണം ചെയ്യുന്നവരാണ്. അവരോടും നാം നന്ദിയുള്ളവരാകണം. അള്ളാഹു പറയുന്നു, അനിഷ്കുർലി വലിവാലിദൈക. ലുഖ്മാൻ 14ാമത്തെ ആയത്ത്. എനിക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അവർ പറയുന്നത് അനുസരിക്കലും അവരെ സ്നേഹിക്കലും ആദരിക്കലും അവർക്ക് ഗുണം ചെയ്യലും അവർക്ക് ചെയ്യുന്ന ശുക്റാണ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിന് നന്ദി ചെയ്യാത്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യൽ നന്ദിയാണ്. ജസാക്കല്ലാ എന്ന് ദുആ ചെയ്യണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിന് നന്ദി ചെയ്യാത്തവനാണ്. നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ നമ്മൾ അവർക്ക് നന്ദി പറയാറുണ്ടോ? താങ്ക് യു എന്ന് പറയും അല്ലേ? അതിന് പകരമായി ഇനി മുതൽ ജസാക്കല്ലാ എന്ന് പറയും. അത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ദുആയാണ്. അതായത് നമുക്ക് നന്മ ചെയ്തതിലൂടെ അവർക്ക് നന്മ കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നന്മയും എല്ലാ തിന്മയും ആരിൽ നിന്നാണ് വരുന്നത്? അല്ലാഹു തആലയിൽ നിന്നാണ് വരുന്നത്. തിന്മ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ വിലപിക്കാറുണ്ട്, വിഷമിക്കാറുണ്ട്. പക്ഷേ നന്മ സംഭവിക്കുമ്പോൾ നമ്മൾ അല്ലാഹു തആലയ്ക്ക് നന്ദി പറയാറുണ്ടോ? എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. ഈ ഒരു വാക്കിലൂടെ അല്ലാഹു തആലയ്ക്ക് നമുക്ക് നന്ദി പറയാനാകും. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു നല്ല കാര്യം സംഭവിക്കുമ്പോഴും ആദ്യം നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന വാക്കാണ്. അതിലൂടെ നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടാൻ കാരണമാകും. നമുക്കുണ്ടായ നന്മ അധികരിക്കുവാനും അത് കാരണമാകും. സൂറത്തുൽ ലുഖ്മാനിലെ 14ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എനിക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അതിലൂടെ എന്താ മനസ്സിലാവുന്നത്? ആദ്യം നമ്മൾ അല്ലാഹു തആലയോടാണ് നന്ദി കാണിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആരോട് നന്ദി കാണിക്കണം? നമ്മൾ ഈ ലോകത്തിലേക്ക് വരാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതിനുശേഷം നമുക്ക് നന്മ എന്തെന്ന് അറിയിച്ചു തന്നവർ, അതായത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളവർക്കെല്ലാം നമ്മൾ നന്ദി കാണിക്കണം. അവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യണം നമ്മളിലൂടെ. എങ്ങനെയാണ് നമ്മൾ അവർക്ക് വേണ്ടി ഗുണം ചെയ്യേണ്ടത്? അവർ പഠിപ്പിച്ചു തന്ന നന്മയായ എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ടും ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടുമാണ് അവർക്ക് നമ്മൾ ഗുണം ചെയ്യേണ്ടത്. അല്ലാഹു തആലയോട് എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? അവൻ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം സ്തുതിച്ചുകൊണ്ടും അവനിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും അവന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടുമൊക്കെയാണ് നമ്മൾ അല്ലാഹു തആലയോടുള്ള നന്ദി കാണിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് എന്ന ശുക്രിൻ്റെ വചനം അധികരിപ്പിക്കൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? ജസാക്കല്ലാഹ്. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. 1. ഏറ്റവും വലിയ അനുഗ്രഹം ഏത്? നമ്മെ മുസ്ലിങ്ങളാക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലാക്കിയതുമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. 2. നാം ആദ്യം നന്ദി കാണിക്കേണ്ടത് ആരോടാണ്? അല്ലാഹു തആലയോടാണ്. 3. ഏറ്റവും നല്ല ശുക്രിൻ്റെ വചനമേത്? ശുക്രിൻ്റെ ഏറ്റവും നല്ല വചനമാണ് അൽഹംദുലില്ലാഹ്. 4. എന്ത് കാരണമാണ് അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത്? ശുക്ർ അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ കാരണമാണ്. 5. ആരോടെല്ലാം
നാം നന്ദി ചെയ്യണം. അല്ലാഹു തആലയോട്, മാതാപിതാക്കളോട്, ഉസ്താദുമാരോട്, നമുക്ക് നന്മ ചെയ്യുന്നവരോടുമെല്ലാം നാം നന്ദിയുള്ളവരാകണം. 2. പൂരിപ്പിക്കുക. 1. ഓരോ അനുഗ്രഹം ലഭിക്കുമ്പോഴും ഡാഷ് എന്ന് പറയണം. എന്താണ് പറയേണ്ടത്? അൽഹംദുലില്ലാ. 2. ലാ യഷ്കുറുല്ലാഹ മൻ ഡാഷ്. ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. അർത്ഥം എഴുതാം. അനിഷ്കുർലി വലിവാലിദേക്ക. എനിക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അപ്പോൾ ഇന്ന് മുതൽ നമുക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ജസാക്കല്ലാ എന്ന് പറയണം, അല്ലേ? പഠിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.